എനിക്ക് എൻ്റെ പുരുഷനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്, ഭർത്താവിൻ്റെ ബന്ധുക്കൾ, എൻ്റെ മകൻ, എൻ്റെ മരുമകള്, ഇതെല്ലാമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നിങ്ങൾ പലരും പറഞ്ഞു കേട്ടു ചെന്ന് കയറുന്ന വീട്, ചെന്ന് കയറുന്ന വീട്. ഞാനും ചെന്ന് കയറിയ ഒരു വീട്ടിൽ ജീവിച്ചവളാണ്. എന്താ ഈ ചെന്ന് കയറുന്ന വീട്? സ്വന്തം വീടാണത്. എൻ്റെ എന്ന് കരുതി അവിടെ ഒരു പ്രശ്നമില്ല. അന്യന്റെ ആയിട്ട് കാണുമ്പോഴാണ് അവിടെ ഒക്കെ പ്രശ്നം. തൊട്ടതും അന്യനായിട്ട്. പ്ലീസ് മാഡം, നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ പരസ്പരം എത്രത്തോളം അന്യരാകുന്നു അത്രത്തോളം നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങൾ കൂടും. എൻ്റേതെന്ന് കരുതിയാൽ അത് ഇവിടെ എന്തും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാനൊരു സ്ത്രീയായ കാരണം സ്ത്രീയുടെ മനഃശാസ്ത്രം എനിക്കറിയാം. എനിക്ക് എല്ലാം ഞാൻ എന്ന ചിന്ത വിട്ടിട്ട് നമ്മൾ എല്ലാം നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ടതാണെന്നൊന്ന് കരുതി നോക്കൂ. നമ്മൾ ഒരിക്കലും അടുക്കളപ്പണി ചെയ്തതിന് കണക്ക് പറയില്ല. നമ്മൾ ഒരിക്കലും ജോലിക്ക് പോയതിന് കണക്ക് പറയില്ല. നമ്മൾ ഭർത്താവിനെ നോക്കിയതിന്, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കിയതിന്, നമ്മളുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചതിന് നമ്മൾ കണക്ക് പറയില്ല. ഇത് അന്യൻ്റേതായിട്ട് കാണുമ്പോഴാണ് നമ്മൾ കണക്ക് പറയുക. ഒരു മിനിറ്റ്, ഞാൻ താങ്കളോട് പറയുന്നത് വിഷപ്പാമ്പ് വെക്കാൻ ഇതൊക്കെ കണക്ക് പറയുന്നെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യമാരില്ലേ സാർ? അല്ല, അപ്പൊ ഭർത്താവ് കണക്ക് പറയുകയാണെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യമാരില്ലെന്ന് ചോദിച്ചു. ആവശ്യമുള്ളതേ കേൾക്കൂ. ഈ ചെറിയ വലിയ കുഞ്ഞുങ്ങളെ സാർ ഒരു മിനിറ്റ് തർക്കം പറയാതെ പറയട്ടെ. ഞാൻ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ഉപേക്ഷിച്ച് കണ്ടവന്റെ കൂടെ അവന്റെ ഭാര്യയും മക്കളെയും ഒന്നും കണക്കിൽ എടുക്കാതെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവളും പെണ്ണന്നെയാണ്. നിങ്ങൾ പറയുന്നത് സ്ത്രീ തന്നെയാണ്. അവളും സ്ത്രീയാണ്. ഞാനൊരു സ്ത്രീയാണ്. ഇവിടെ വേണ്ടത് തർക്കല്ല. മാഡത്തിന്റെ അഭിപ്രായത്തിൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ വേണം എന്നാണോ വേണ്ടെന്നാണോ? സ്ത്രീക്ക് സംരക്ഷണം വേണം, സത്യമാണ്. പക്ഷേ അത് പുരുഷനെ തള്ളി കളഞ്ഞിട്ടാവരുത്. സ്ത്രീക്ക് സംരക്ഷണം ഇത് കുരുട്ട് ചോദ്യം. നേരം താങ്കൾ ചെയ്തോണ്ടിരുന്നത് ഞാനിവിടെ ക്ഷമ അടക്കി നിൽക്കുകയായിരുന്നു, ക്ഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ചാൻസ് കിട്ടിയിരുന്നില്ല. ഞാൻ പറയുന്നത് ഒരിക്കലും സ്ത്രീക്ക് അംഗീകാരം വേണ്ട, സംരക്ഷണം വേണ്ട എന്നല്ല പറയുന്നത്.